വാഹനത്തിൻ്റെ ഉടമയായിട്ടുള്ള മനാഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനാഫ്, ഇപ്പോൾ ജാക്കി ലിവർ കണ്ടെത്താൻ കഴിഞ്ഞു. അതെ, എങ്ങനെയാണ്? അതെ, അത് കണ്ടെത്തിയോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഇപ്പോൾ ഒരു കാര്യത്തിൽ വിശ്വാസമായല്ലോ. ഇത് എന്തായാലും ഇനി എന്തായാലും ഈശ്വര മൽപ്പന ഒഴിവാക്കും തോന്നുന്നില്ല. ഇതിന്ന് രാവിലെ തന്നെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. നമുക്ക് 3 മണി വരെ ഇതിനൊരു തീരുമാനം ഇല്ലേനും. ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ പറ്റിയല്ലേ? അതെ, ആ ടെൻഷൻ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഇപ്പം ഇത് MLA സ്വന്തം റിസ്കിലാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഒറ്റൊരു എന്താ പറയുക ജില്ലാ ഭരണകൂടം ഇവിടെ ഇല്ല. അയാൾ സ്വന്തം ഇഷ്ടത്തിൽ ഒരു റിസ്കിലാണ് ചെയ്തത്. ഇപ്പം ഇത് നാളെയും കൂടി ഇങ്ങനെ തുടരാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. നാളെയും മറ്റന്നാളും ഒക്കെ കിട്ടണ വരെ. കളക്ടർ SP കേട്ട് ഇപ്പം സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നറിയാം. അല്ല, കളക്ടർ SP ഒന്നും ഈ വഴിക്ക് വന്നിട്ടില്ല. ഇവിടെ ജസ്റ്റ് കുറച്ച് സാധാ പോലീസുകാർ മാത്രമേ ഉള്ളൂ. അവരോട് തന്നെ അവരെ ധിക്കരിച്ചിട്ടാണ് MLA, നമ്മളെ കേരള MLA ഒക്കെ ഇതിനൊരു മുൻകൈ എടുത്തത്. ആ ഒരൊറ്റ മണിക്കൂറാണ് കിട്ടിയത്. ആ ഒരു മണിക്കൂറിൽ എനിക്കൊരു പ്രതീക്ഷയില്ലേനു. പക്ഷെ 3 പാർട്സ് വെവ്വേറെ ടൈപ്പിൽ ഉള്ളത് കിട്ടി. ഒക്കെ ലോറിൻ്റെ. അപ്പോൾ നമുക്ക് ഒരു മാസമായിട്ടും വലിയ രീതിയിൽ കിട്ടാത്തൊരു സാധനം 1 മണിക്കൂർ കൃത്യമായ പ്രയത്നം നടത്തിയപ്പോൾ കിട്ടി അല്ലേ? കിട്ടി. അല്ല, ഇതിന് ഞാൻ എന്താ പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളെപ്പോലത്തെ മാധ്യമ പ്രവർത്തകരില്ലെങ്കിൽ ഇതൊരിക്കലും ഞാനിപ്പോൾ എത്ര ദിവസം ഇവിടെ ഡെയിലി വൈകുന്നേരം ഇവിടെ വന്ന് കാറ്റുകൊണ്ട് പോക്കാണ്. ഇന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അറ്റ്മോസ്ഫിയർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ജനായി. മറ്റേത് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, പോലീസുകാർ ഇന്നെ കുറേ ചീത്ത പറയുണ്ടാവും, അവിടെ കാവലൊക്കെ ഉണ്ടാവും. ഇതന്നെ ഇനി ദിവസം. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഡ്രസ്സ് വരെ ഇവിടെ അലക്കിട്ടിന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി. ഇവിടെ ഈറ്റിങ്ങളായിട്ട് പ്രതിഷേധമാണ്, ഓരോ രീതിയിലുള്ള പ്രതിഷേധം. പക്ഷെ നിങ്ങൾ വന്നപ്പോൾ ഇപ്പം എന്തായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കഥ മാറി. ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ചോദിക്കുന്നതിൻ്റെ ഒരു ഉത്തരത്തിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. അർജുൻ എന്തായി എന്നുള്ളതിന് മലയാളികൾ മാത്രമല്ല, ജഗന്നാഥന്റെ കുടുംബമൊക്കെ താങ്കൾ സംസാരിക്കുന്നത്. അതെ, ജഗന്നാഥന്റെ കുടുംബം എന്താ ഞാനിപ്പോൾ ഓരോടെ സംസാരിച്ചു കാണുകയാണ്. വളരെ വേദന ആണ് ഓരോ കാര്യത്തിലുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ വേദന നമ്മൾ അനുഭവിച്ചും കൊണ്ട് നിൽക്കുന്നതിനോണ്ട് അറിയാം. ഓരോ വീട്ടിൽ നിന്നും ഓരോ കുടുംബനാഥനാണ് കാണാതായത്. ആ കുട്ടികൾ 3 പ്രായം ചെന്ന എന്താ പറയുക 3 ബാല്യക്കാരത്തി കുട്ടികൾ, അതിൻ്റെ അമ്മ, ദയനീയ അവസ്ഥയാണ്. ആ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ജീവിക്കൂ? ഓർക്ക് ബോഡി കിട്ടാതെ ഇവിടെ നിന്ന് ഒന്നും കിട്ടൂല. ഓർക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ബോഡീൻ്റെ പാർട്സ് എങ്കിലും കിട്ടിയാലേ എന്താവുള്ളൂ, അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഐറ്റിങ്ങൾക്ക് ഒരു പൈസ കിട്ടുള്ളൂ. ഇവരിപ്പോൾ എങ്ങനെ ജീവിക്കൂ? ഇവരെ വീടിൻ്റെ മൊത്തം വരുമാനം അയാളായിരുന്നു. അയാൾ പോയോട് കൂടിയിട്ട് അത് നമ്മളെ ചായക്കട നടത്തുന്ന ലക്ഷ്മൺ നായക്കിൻ്റെ ജ്യേഷ്ഠനാണ് ഈ പോയത്. മൊത്തം ആ കുടുംബത്തിന് അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. കുടുംബത്തിൽ ആ കുട്ടികൾ പോയി. ഈ കുട്ടികൾ കളിപ്പിച്ചും കൊണ്ട് നിന്ന കുട്ടികളാണ്. അവരൊക്കെ പോയി ഇതിൻ്റെ ഉള്ളിൽ. ഈ ദുരന്തത്തിൻ്റെ ഇത് ഇങ്ങനെ കയ്പ് നിറഞ്ഞ ഒരു ജീവിതമാണ് ഇപ്പോൾ അവർക്ക് ആ കിട്ടാത്തോടത്തോളം കാലം അതൊരു വേദനയാണ്. എന്ന് വരും എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ഇന്നെ റിക്വസ്റ്റ് ചെയ്തും കൊണ്ടിരിക്കണത്, ഏട്ടാ നിങ്ങൾ ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് നിങ്ങളെ ലോറി എടുക്കും, ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ലോറി എടുക്കുമ്പോഴത്തേക്കും അതുവരെ നമുക്ക് ഇനി പ്രതീക്ഷയുള്ളൂ. നമ്മൾ അച്ഛൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ലോറി ഇന്ന് അർജുനേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കാര്യം പിന്നെ ഇനി ആരും നോക്കാനില്ല. നിസ്സഹായാവസ്ഥ ആണ് ഓരോ കാര്യം. ഇതൊക്കെ ആരാണ് ഇതിനൊക്കെ എന്താ പറയുക? നമ്മളിപ്പോൾ ഇവരെല്ലാവരെയും കരാറൊന്നും ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ദയനീയ സ്ഥിതിയാണ്. ഇതൊന്നും ശരിക്കും പ്രതികരിക്കേണ്ടത് എന്താ പറയുക, ഇവിടെ ഉള്ള നമ്മളെ നാട്ടിലൊക്കെ സന്നദ്ധ സംഘടനകളും പിന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും ഇങ്ങനെ ഇതിനൊക്കെ എതിരെ ചോദ്യം ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഇവിടെ അതില്ല. ഇവിടെ ഇവരൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ. ഇവർക്കൊന്നും അതിനുള്ള ഒരു സന്ദർഭവും സാഹചര്യവും ഇവരാരും കൊടുത്തില്ലേ. 144 പ്രഖ്യാപിച്ചതിനോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇവരെ കാഴ്ചപ്പാടിൽ 144 പറഞ്ഞാൽ പുറന്ന് ഇറങ്ങിയാൽ വെടിവെച്ചു.